ഇറാനെതിരെ അമേരിക്കൻ വ്യോമാക്രമണം ഏതു നിമിഷവും ഉണ്ടാകാമെന്ന ആശങ്ക ശക്തമായിരിക്കെ ഇസ്രയേലിലുള്ള പൌരന്മാർ ലഭ്യമായ വിമാനങ്ങളിൽ രാജ്യം വിടുന്നത് പരിഗണിക്കണമെന്ന് US. മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് മുന്നറിയിപ്പ്. ജെറുസലേമിലെ US എംബസിയിലുള്ള അവശ്യ സേവന വിഭാഗത്തിൽപ്പെടാത്ത ജീവനക്കാരോടും കുടുംബത്തോടുമൊപ്പം ഇസ്രയേൽ വിടാൻ US നിർദ്ദേശിച്ചു. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലുള്ള UK എംബസിയിലെ ജീവനക്കാരെ താൽക്കാലികമായി പിൻവലിച്ചെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം ജൂണിൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേലുമായി ചേർന്ന് നടത്തിയതിന് സമാനമായ സൈനിക ഓപ്പറേഷൻ US ആവർത്തിക്കുമോ എന്നാണ് ആശങ്ക. ഇറാനിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ താൽക്കാലികമായി പിൻവലിച്ചിരിക്കുകയാണ് ബ്രിട്ടൻ. US ആക്രമണ ഭീഷണി ശക്തമായി തുടരവെയാണ് നടപടി. ആക്രമണം ഉണ്ടാകുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് US കോൺഗ്രസിലെ വാർഷിക പ്രസംഗത്തിലും ആവർത്തിച്ചിരുന്നു. ഇന്ത്യ, ചൈന, കാനഡ തുടങ്ങിയ രാജ്യങ്ങളും പൌരന്മാരോട് ഇറാൻ വിടാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആണവായുധ പദ്ധതി ഉപേക്ഷിക്കാമെന്ന കരാറിലെത്തിയില്ലെങ്കിൽ ഇറാനെ ആക്രമിക്കുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇസ്രയേലിലെ US എംബസിയിലെ അവശ്യ സേവന വിഭാഗത്തിലേത് ഒഴികെയുള്ള ജീവനക്കാരും മടങ്ങണമെന്ന് അംബാസഡർ മൈക്ക് ഹക്കബി പറഞ്ഞു. ഇസ്രയേൽ വിടാൻ ആഗ്രഹിക്കുന്നവർ വെള്ളിയാഴ്ച തന്നെ മടങ്ങണമെന്നായിരുന്നു നിർദ്ദേശം. തിങ്കളാഴ്ച US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇസ്രയേലിലെത്തും. ഇസ്രയേലിലേക്ക് യാത്രാവിലക്ക് ഫ്രാൻസും ഉത്തരവിട്ടിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USന്റെ USS ജെറാൾഡ് R. ഫോർഡ് ഇസ്രയേലിലെ ഹൈഫ തീരത്ത് എത്തിയിട്ടുണ്ട്. 14നാണ് യുദ്ധക്കപ്പലുകളുടെ അകമ്പടിയോടെ ജെറാൾഡ് R. ഫോർഡ് വെനിസ്വേലൻ തീരത്ത് നിന്ന് മിഡിൽ ഈസ്റ്റ് ലക്ഷ്യമാക്കി പുറപ്പെട്ടത്. 75ലേറെ യുദ്ധവിമാനങ്ങൾ ജെറാൾഡ് R. ഫോർഡിലുണ്ട്. നിലവിൽ USS എബ്രഹാം ലിങ്കൺ വിമാനവാഹിനിയുടെ നേതൃത്വത്തിൽ US നാവിക വ്യൂഹം അറബിക്കടലിൽ തുടരുകയാണ്. വ്യാഴാഴ്ച ജനീവയിൽ ഇറാനുമായി നടന്ന പരോക്ഷ ആണവ ചർച്ച കരാറിന് ധാരണയാകാതെ പിരിഞ്ഞതിനു പിന്നാലെയാണ് USന്റെ നീക്കങ്ങൾ ശക്തമായത്. ചർച്ചയിൽ പുരോഗതിയുണ്ടെങ്കിലും ഫോർഡോ, നതാൻസ്, ഇസ്ഫഹാൻ പോലുള്ള തങ്ങളുടെ തന്ത്രപ്രധാന ആണവ കേന്ദ്രങ്ങളെ ഇല്ലാതാക്കണമെന്ന USന്റെ ആവശ്യം ഇറാൻ തള്ളുകയായിരുന്നു. ആണവ പദ്ധതി നിശ്ചിത കാലത്തേക്ക് പരിമിതപ്പെടുത്താമെന്ന് ഇറാൻ അറിയിച്ചിരുന്നു. മാർച്ച് 2 വിയറ്റ്നയിൽ സാങ്കേതിക ചർച്ച ചേരാൻ ഇരുകൂട്ടരും സമ്മതിച്ചിട്ടുണ്ട്. മാർച്ച് ആദ്യവാരത്തിനകം കരാറിലെത്തിയില്ലെങ്കിൽ സൈനിക നീക്കവുമായി മുന്നോട്ടു പോകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ചൊവ്വാഴ്ചയോടെ തെക്കൻ ഇസ്രയേലിലെ ഒവത എയർബേസിൽ 12 F-22 യുദ്ധവിമാനങ്ങൾ US വിന്യസിച്ചിരുന്നു. ഇറാനെ ആക്രമിക്കാൻ തങ്ങളുടെ ആകാശം ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് ഗൾഫ് രാജ്യങ്ങൾ നേരത്തെ വ്യക്തമാക്കി. അതിനാലാണ് ഇസ്രയേലിലേക്ക് US താവളം മാറ്റുന്നത് എന്നാണ് സൂചന. അതിനിടെ USന്റെ മധ്യേഷ്യയിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന US സെൻട്രൽ കമാൻഡ് മേധാവി അഡ്മിറൽ ബ്രാഡ് കൂപ്പർ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി. ഇറാനിൽ നടത്തേണ്ട സൈനിക നടപടികളെ പറ്റിയായിരുന്നു ചർച്ചയെന്ന് ABC ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാനും പ്രസിഡന്റിന്റെ മുതിർന്ന സൈനിക ഉപദേശകനുമായ ജനറൽ ഡാൻ കെയ്നും വൈറ്റ് ഹൌസിൽ നടന്ന യോഗത്തിൽ പങ്കെടുത്തു. ജനീവയിൽ കഴിഞ്ഞ ദിവസം നടന്ന US ഇറാൻ മൂന്നാം ഘട്ട ചർച്ചയിൽ കരാറിലെത്താൻ സാധിക്കാത്തതിന് പിന്നാലെയാണ് പുതിയ ചലനങ്ങൾ. എന്നാൽ ഓസ്ട്രേലിയയിലെ വിയറ്റ്നയിൽ ചർച്ച തുടരുമെന്ന് ഇറാൻ വ്യക്തമാക്കി. ആഴ്ചകൾക്കുള്ളിൽ ഇറാനെതിരെ അമേരിക്കൻ സൈനിക നീക്കമുണ്ടാകാൻ 90% സാധ്യതയുണ്ട് എന്നാണ് ട്രംപിന്റെ ഉപദേഷ്ടാവ് പറയുന്നത്. ഈ വാരാന്ത്യത്തോടെ തന്നെ ആക്രമണത്തിന് സജ്ജമാകാൻ തങ്ങൾക്ക് കഴിയുമെന്ന് പെന്റഗൺ വൈറ്റ് ഹൌസിനെ അറിയിച്ചു. അതേസമയം മേഖലയിലെ സുരക്ഷാ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് ഇറാനിൽ നിന്നും ബ്രിട്ടൻ പൗരന്മാരെ താൽക്കാലികമായി പിൻവലിച്ചിട്ടുണ്ട്. ഇറാനിലുള്ള പൗരന്മാർ സുരക്ഷിതമായി രാജ്യം വിടാൻ കഴിയുമെങ്കിൽ രാജ്യം വിടണമെന്ന് കാനഡ സർക്കാരും ആവശ്യപ്പെട്ടു. അതിനിടെ ഇറാൻ അമേരിക്ക ആണവ ചർച്ചകളിലെ പുരോഗതി പങ്കുവച്ച് ഒമാൻ വിദേശകാര്യ മന്ത്രി ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ധാരണ സാധ്യമാണെന്നും അദ്ദേഹം അറിയിച്ചു. ഇറാൻ ബോംബ് നിർമ്മിക്കുകയില്ല എന്നതാണ് പ്രധാനമെന്നും ഇക്കാര്യം ഇറാൻ സംബന്ധിച്ച് വലിയ നേട്ടമാണെന്നും ഒമാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. കയ്യിലുള്ള യുറേനിയം ശേഖരം ഇറാൻ ഉപേക്ഷിക്കും. തിരികെ മാറ്റാൻ കഴിയാത്ത വിധം ഇന്ധനമാക്കി മാറ്റുകയാണ് ചെയ്യുക. ആണവ ശേഖരം സംബന്ധിച്ച് IAEAയുടെ നിരന്തര പരിശോധനയും ഇറാൻ അംഗീകരിച്ചു. ചരിത്രത്തിൽ മുൻപില്ലാത്ത വിധമുള്ള ചില ധാരണകൾക്ക് ഇറാൻ സമ്മതിച്ചു എന്നതാണ് പ്രധാന മധ്യസ്ഥ രാഷ്ട്രമായ ഒമാൻ അറിയിക്കുന്നത്. അമേരിക്ക ആക്രമണം നീട്ടിവെക്കേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന് അങ്ങനെ പ്രതീക്ഷിക്കുന്നുവെന്നാണ് ഒമാൻ വിദേശകാര്യമന്ത്രിയുടെ മറുപടി. ഒരാഴ്ചയ്ക്കുള്ളിൽ തീരുമാനത്തിലെത്താനാകുമെന്നും യുദ്ധം ഇല്ലാതെ തന്നെ പരിഹാരം കാണാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മിഡിൽ ഈസ്റ്റിൽ നിലവിൽ അമേരിക്കയ്ക്ക് ശക്തമായ സൈനിക സാന്നിധ്യം ഉണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.